സ്ട്രെയിറ്റ് ഹെയർ ആണോ നല്ലത്, എൻ്റെ കേൾസ് ഉള്ള നാച്ചുറൽ ഹെയർ ആണോ? ഇപ്പൊ കൊള്ളിയാലും നല്ലടോ. ഞങ്ങളങ്ങനെ ഒരു ഹൗസ് വാമിങ്ങിന്റെ വീട്ടിൽ പോകാൻ പോവാണ്. ഓഫീസിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു ഈവന്റ് കൂടെയാണ്. അങ്ങനെ പ്രത്യേകത കൂടെയുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങി. ഇപ്പോൾ വിവാദമായി നടക്കുന്ന ഇഷ്യൂവിൽ പരാമർശിച്ചുകൊണ്ടാണ് ഗീതനോട് ഞാൻ പറഞ്ഞത് ക്യാമറയിലേക്ക് ഫേസ് ചെയ്യൂ എന്ന്. അത് പറഞ്ഞ് ഞങ്ങൾ ചിരിച്ച് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ചേച്ചി ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങണം. ബോസ് ഓൾറെഡി ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാർന്നവർ സ്ഥാനത്ത് എന്ന് ഞങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങളുടെ ചേച്ചിയെ കൊണ്ട് തന്നെ വെയിറ്റ് എടുപ്പിച്ചു. മടിയന്മാരായി ഞങ്ങൾക്ക് കഴിയില്ലായിരുന്നു കേട്ടോ. പിന്നെ രണ്ടുപേരെ നടുക്കങ്ങ് കയറിയിരുന്നു. അതാകുമ്പം ഗിഫ്റ്റ് പിടിക്കേണ്ടി വരില്ലല്ലോ. ആദ്യമായിട്ടാണ് ഞാൻ ഓഫീസിൽ നിന്ന് ഒരു പ്രോഗ്രാമിന് പോകുന്നത് കേട്ടോ. പല പ്രാവശ്യം ചാൻസ് ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ മടി കൊണ്ടും പിന്നെ ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടും എനിക്ക് പോകാൻ പറ്റിയില്ല. അടിപൊളി വീടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിങ്ങനെ കയറി ഫുൾ റൂമും കാര്യങ്ങളും ഒക്കെ കാണുമായിരുന്നു. എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ 3 നിലയെന്ന് പറയണോ 2 നിലയെന്ന് പറയണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും സംഭവം അടിപൊളിയായിരുന്നു. ബോസ് അങ്ങനെ വീഡിയോയ്ക്കൊന്നും പോസ് ചെയ്തതാണ്, പക്ഷേ ഫോട്ടോയ്ക്കാണെന്ന് പറഞ്ഞ് പറ്റിച്ച് ഞാനങ്ങനെ പോസ് ചെയ്യിപ്പിച്ചു. ഇവിടെ ഗാനമേളയും ഡാൻസും പ്രോഗ്രാമും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വീട്ടിൽ തിരിച്ച് പോരേണ്ടത് കൊണ്ട് നമ്മൾ പെട്ടെന്നെല്ലാം കയറി കണ്ടു, തിരിച്ചിറങ്ങി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സാപ്പാട് മുഖ്യമാ സംഖ്യ മുഖ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാപ്പാട് താ മുഖ്യം. വെജിറ്റേറിയൻ ഫുഡായിരുന്നു കേട്ടോ. പിന്നെ ആക്രോഫോബിയ ഉണ്ടായിരുന്നു കാരണം അധികം നേരം മേലെ നിന്ന് താഴത്തോട്ട് നോക്കാനുള്ള ധൈര്യം എനിക്ക് ഇല്ലായിരുന്നു. പിന്നെ ചൂടോടുള്ള ദോശയും നല്ല അപ്പവും സ്റ്റൂവും വെജിറ്റബിൾ പുലാവും നമ്മുടെ എന്താ പറയുക കോളിഫ്ലവർ ഗോപി മഞ്ചൂരിയനും പിന്നെ കേക്കും അതൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ അധികം നേരം വീടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ നിന്നില്ല. ഷട്ടപ്പെട്ടേന്ന് താഴത്തോട്ട് ഇറങ്ങിപ്പോയി. സാപ്പാടാണല്ലോ മുഖ്യം. കേക്ക് ചേട്ടനോട് ആദ്യം വെയിറ്റിംഗ് ലിസ്റ്റ് നിൽക്കാൻ പറഞ്ഞു. ഹതഭാഗ്യരായി ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും പുലാവ് കഴിഞ്ഞുപോയി. പക്ഷെ വിടാൻ പറ്റില്ലല്ലോ, ഭക്ഷണമായി പോയില്ലേ. ക്യൂവിൽ നിന്ന് നല്ല ചപ്പാത്തിയും പുലാവും ഒക്കെ വയർ നിറച്ച് കഴിച്ച് കേക്കും കഴിച്ച് ജ്യൂസും കുടിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ ചേച്ചി അവിടെ തന്നെ നിന്നു. ചേച്ചിയുടെ കസിൻ്റെ കൂടെ വരാമെന്ന്. ഞങ്ങൾ രണ്ടുപേരെയും നേരെ ചേർത്തലയിൽ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ബോസിൻ്റെ ഫ്രണ്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ഇത് വരുന്ന വഴിക്ക് ഒരു പറയോ താലപ്പൊലിയോ ഉണ്ടായിരുന്നു കേട്ടോ. അതിനും കൂടെ ഇവിടെ കിടക്കട്ടെ.